അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അറബിയിൽ ഗിബ്ത്വത്ത് എന്നൊരു വാചകമുണ്ട്. അതിൻ്റെ മാന ഇങ്ങനെയാണ്: നമ്മളുടെ സുഹൃത്തിനൊരു വലിയ നിഅമത്ത് ലഭിക്കുകയും ആ അനുഗ്രഹം അതേ അളവിൽ എനിക്കുണ്ടാവണമെന്ന് ആഗ്രഹിക്കുകയും ചെയ്യുക. അവനൊരു ഭാഗ്യമോ നിഅമത്തോ സന്തോഷമോ ഒക്കെ ഉണ്ടായിട്ടുണ്ടെങ്കിൽ നമ്മളുടെ പ്രിയപ്പെട്ട കൂട്ടുകാരനുള്ള അതേ സുഖവും സന്തോഷവും എനിക്കും ഉണ്ടാവണമെന്ന് ആഗ്രഹിക്കുക. ആ വാക്കിനാണ് ഗിബ്ത്വത്ത് എന്ന് പറയുക. അത് നമ്മളുടെ മനുഷ്യ ജീവിതത്തിൽ സ്വാഭാവികമായിട്ട് ഉണ്ടാവണം. അതുണ്ടാവുമ്പോൾ നമ്മൾക്കൊരുപാട് ഉയരാൻ സാധിക്കും. എന്നാൽ അതിന് നേരെ വിപരീത പദമാണ് ഹസദ്, അതായത് അസൂയ. മറ്റുള്ള തൻ്റെ പ്രിയപ്പെട്ടവനുണ്ടാകുന്ന ഒരു ക്വാളിറ്റി, അല്ലെങ്കിൽ അവനുണ്ടായ ഒരു സൗഭാഗ്യം, ഒരു വലിയ ഐശ്വര്യം, സന്തോഷം, അത് നശിച്ചു പോകണമെന്ന് ആഗ്രഹിക്കുക. അല്ലെങ്കിൽ അത് അവനങ്ങ് നീങ്ങിക്കിട്ടിയിരുന്നെങ്കിൽ വലിയ സന്തോഷമായിരുന്നേനെ എന്ന് ചിന്തിക്കുക. അതിനാണ് ഹസദ് എന്ന് പറയുക. ആ സ്വഭാവം ഒരിക്കലും നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവാൻ പാടില്ല. നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടാവേണ്ടത് ഗിബ്ത്വത്താണ്. നമ്മളുടെ സുഹൃത്തിന് എത്ര സന്തോഷവും വലിയ അനുഗ്രഹങ്ങൾ ലഭിക്കുമ്പോഴും ആ അനുഗ്രഹം എനിക്കും കിട്ടണമെന്ന് ആഗ്രഹിക്കുക. ഗിബ്ത്വത്ത് അതായിരിക്കണം നമ്മളുടെ ജീവിതത്തിൻ്റെ മുഖമുദ്ര. മറ്റുള്ളവൻ്റേത് നശിക്കണം, ഇല്ലാതെയാവണം, അവനങ്ങ് തീർന്നു പോവണം എന്ന് ചിന്തിക്കുന്ന ദുഷിച്ച ചിന്ത നമ്മളുടെ മനസ്സിൽ നിന്ന് മാറ്റിവെക്കാൻ നമ്മൾ ശ്രദ്ധിക്കണം. അങ്ങനെയാണെങ്കിൽ നമ്മളുടെ ജീവിതം വലിയ വിജയത്തിലേക്ക് എത്തിക്കാൻ നമ്മൾക്ക് സാധിക്കും.